കാരണം മുഖം ഒന്ന് കഴുകട്ടെ, കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. രാവിലെ തൊട്ട് ഈ വാർത്ത കേൾക്കല്ലേ, ഒരു രക്ഷയില്ല. മുഖമൊക്കെ കഴുകിയില്ലെങ്കിലേ പണിയും. അത്രയ്ക്കധികം മാലിന്യാണ് നമ്മൾ ഈ വാർത്തയായിട്ട് കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഏഷ്യാനെറ്റ് വക നിരീക്ഷക പദവി മലയാളത്തിൽ കിട്ടിയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർക്ക് ഇടതുപക്ഷത്തിനെ കുറ്റം പറയാന്ന് വെച്ചാൽ ഇടതുപക്ഷ നേതാക്കളെ കുറ്റം പറയുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് AI ടെക്നോളജിയുടെ ഭാഗമായിട്ട് അപ്പോഴും MV ഗോവിന്ദൻ മാസ്റ്ററെ മെക്കെട്ട് കയറുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നിയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശ്രീജിത്ത് പണിക്കർക്ക് ഒരു ചെറിയ മറുപടി അത് പറയേണ്ടതുണ്ട്. കാരണം അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകളെയും കൂടി തന്നെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപ്പം തിയറിയായിരുന്നു. അതായത് എങ്ങനെയാണ് കേരളയിൽ സിൽവർ ലൈൻ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ, അതിവേഗ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ കൂറ്റനാടുള്ള അപ്പം നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അപ്പം നിർമ്മിച്ചതിന് ശേഷം അതുമായി ട്രെയിനിൽ കയറി വന്ന് എറണാകുളത്ത് ഞൊടിയിടയിൽ അതെല്ലാം തന്നെ വിറ്റ് തീർന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു കാപ്പിയും കുടിച്ച് തിരിച്ച് നാട്ടിലേക്ക് കൂറ്റനാട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ ആശയപരമായിട്ടുണ്ടായിരുന്ന വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതാപരമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശക് എന്ന് പറയുന്നത് തന്നെ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കൂറ്റനാട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു എന്താ പറയാ, സാങ്കേതികമായിട്ട് ചക്ക വീണു മൊയില് ചത്തു എന്ന് പറയുന്ന പോലെ എളുപ്പം കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞത്. അത് വിചാരിച്ചിട്ട് ചക്ക വീണു മൊയില് ചത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞത്, മദൻ സാറാന്നുണ്ട്, ബിജു അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചക്ക വീണു മൊയില് ചത്തു എന്നുള്ളത്. അതേപോലെ സാങ്കേതികമായ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ എറണാകുളം വരെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് 2 or 3 ചുങ്കം കൊടുക്കണമായിരുന്നു. തിരുവിതാംകൂർ ഭരണകാലത്തായിരുന്നപ്പോൾ നമുക്കറിയുന്ന പോലെ 1940 മാർത്താണ്ഡപുറം പാലം തിരുവിതാംകൂർ ഇവിടെ പണിതിട്ടുള്ളത്. അതിനു മുമ്പ് 2 ഫെറി കിടക്കണമായിരുന്നു. ചാലക്കുടിയിൽ എത്തുമ്പോൾ 1970 വരെ ട്രെയിൻ പോയ പാളത്തിൻ്റെ മുകളിൽ കൂടെ പലക നിരത്തി അതിൻ്റെ മുകളിൽ കൂടെയാണ് ചാലക്കുടിയിലും പുതുക്കാടും ട്രെയിൻ വിട്ടിരുന്നത്. 1970 ശേഷമാണ് ഇവിടെ പാലം വന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള NH, പഴയ NH ഇപ്പോൾ ഇവിടെ എടുക്കുന്നുണ്ട്, ആ വഴി വന്നത് മണ്ണിട്ട റോഡായിരുന്നു. ടാറ് 1960 ശേഷമൊക്കെയാണ് ടാറിങ് നമ്മുടെ അവിടെ വന്നത്. 50 അങ്ങനെ ടാറിങ് ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ മാത്രം കോൺക്രീറ്റ് റോഡായിരുന്നു. ഇതൊക്കെയാണ് വസ്തുത. അപ്പോൾ സാങ്കേതികമായ ഒരു കാര്യം പറഞ്ഞതിനാണ് ഇദ്ദേഹം പരിഹസിക്കുന്നത്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പരിഹസിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ന്യായം. കാരണം 1963 ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ ഓടി തുടങ്ങി. ചൈനയിലുള്ള ട്രെയിനുകളിലൊക്കെ വേഗത അതിഗംഭീരമാണെന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കിത് പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ന്യായം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. ഇതിനെ പറ്റി ഗോവിന്ദമാഷ് പറഞ്ഞതിലാണ് ആളുടെ ആശങ്ക. അതിലാണ് ഈ വീഡിയോ. കഴിയുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് AI. അതിനെ വളരെ ജനകീയമാക്കി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മുതൽ വലിയ സാങ്കേതിക മേഖലയിലേക്ക് ഒക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന, മനുഷ്യരെ വെച്ചും മനുഷ്യരില്ലാതെയും ഉപയോഗിക്കാവുന്ന വിവിധ മേഖലകളിൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു സാങ്കേതിക വിദ്യയാണ് AI എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ നമുക്ക് AI ഉപയോഗിക്കാവുന്ന നിരവധി ആപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ഉപയോഗിക്കാവുന്ന നിരവധി ആപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളൊക്കെ തന്നെ ഇതിന് ഒരു അഡീഷണൽ സർവീസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ChatGPT പോലെയുള്ള ജെൻക്രാഫ്റ്റ് പോലെയുള്ള കുറേയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളും സർവീസും ഒക്കെ ഇപ്പോൾ AI മേഖലയിലുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ശ്രീ ഗോവിന്ദന്റെ AI തിയറി എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് AI ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അത് സോഷ്യലിസത്തിലേക്കുള്ള ഒരു യാത്രയിൽ കലാശിക്കും, അവസാനം സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകും എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത്, നിലവിൽ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലാണ്. മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി അനുസരിച്ച് തന്നെ സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ അതിദരിദ്രരാക്കുകയും ചെയ്യുക എന്ന രീതിയിലേക്കുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ഉൽപ്പന്നങ്ങൾ ഈ വലിയ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കുകയും അത് മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്യും. എന്നാൽ AI-യുടെ വരവോടെ പല തൊഴിലുകളും ഇല്ലാതെയാകും എന്നതുകൊണ്ട് ഏതാണ്ട് 60% വരുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ 60% ശ്രീജിത്ത് പണിക്കർ പറയുന്ന വീക്ഷണങ്ങൾ തന്നെ ശരിയാണ് എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ പണിക്കർ ചേട്ടാ, ഇപ്പോൾ അമേരിക്കയിൽ ഹോളിവുഡിൽ സമരം നടക്കുകയാണ്. ഹോളിവുഡ് കണ്ട ഏറ്റവും വലിയ സമരം. അതിപ്പോൾ എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CPM ഒന്നും ആലോചിച്ചാൽ ഹോളിവുഡിൽ സമരം നടത്താൻ പറ്റില്ലല്ലോ. 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സമരത്തിനാണ് ഹോളിവുഡ് സാക്ഷ്യം വഹിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് താരങ്ങളുടെ മുഖവും ശബ്ദവും സൃഷ്ടിക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്നും താരസംഘടന ആവശ്യപ്പെട്ടു. താരങ്ങളുടെ മുഖവും ശബ്ദവും സൃഷ്ടിക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്നും താരസംഘടന ആവശ്യപ്പെടുന്നു. ഇത് അമേരിക്കയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദ മാഷക്ക് കഴിയില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വന്ന ഒരു സമരമാണ്. ആ സമരത്തിന് ഇനിയിപ്പോൾ ശ്രീജിത്ത് പണിക്കർ പിന്തുണ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും താങ്കൾ ആരും അവിടെ അറിയുമെന്ന് തോന്നുന്നില്ല. ഇനി MV ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം. അതുകൂടി കണ്ടാലല്ലേ അത് അറിയുള്ളൂ. ഇദ്ദേഹം ശേഷിയെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച്
ഇല്ലായ്മ ചെയ്യും, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ സമരം വരുന്നത്. അപ്പോ ഞാൻ വീണോട് നേരത്തെ ചോദിച്ചതുപോലെ അപമാസത്തിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗല്ലേ അല്ലേ? ആണ്. പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല. ആരാണ്ടാക്കുന്നത്? ഏരി ഉണ്ടാക്കുന്നു. പിന്നെന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളണം, ഈ 60% പിന്നെന്തില്ല, വാങ്ങനശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ശ്രീത് പണിക്കരെ, അപ്പൊ അതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. ഇതൊരു ആഗോള ശാസ്ത്രമാണ്. താങ്കൾക്കത് അറിയാത്തത് സംഘപരിവാർ പഠിപ്പിച്ച് വിടുന്ന പരിപാടികൾ മാത്രം അറിയുന്നത് കൊണ്ടാണ്. കാരണം കൺസ്യൂംഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഇല്ല. നമ്മൾ കൺസ്യൂമർ പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, AI വേണ്ടിയുള്ള പ്രോഡക്റ്റേ അല്ല ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പോലെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെയുള്ള സമരമാണ് വന്നത്. കാരണം ജനങ്ങളുടെ ജോലി കളയും എന്നുള്ള രീതിയിൽ BMS ഒരു വർഷം കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായിട്ട് ആചരിച്ചു. അത് പണിക്കരി ചേട്ടൻ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഭാഗങ്ങൾക്ക് ഒരു ഭാഗം കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അതിന് തൊഴിലിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം ആൾക്കാരുടെ തൊഴിലിനെ അത് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സർവൈവൽ, അഡാപ്റ്റേഷൻ എന്നീ 2 സ്കില്ലുകൾ അനിവാര്യമാണ്. അതല്ലാതെ അനിവാര്യമായി ഉണ്ടാകുന്ന ഒരു സാങ്കേതിക മാറ്റത്തിനെ നമുക്ക് ഈ സാങ്കേതിക മാറ്റം വേണ്ട, തൊഴിൽ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്തു ജീവിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ, ബാങ്കിൽ ഒരു ജോലിക്കാരനാണെന്ന് വെച്ചാൽ, നമ്മുടെ ജോലി നാളെ തൊട്ട് AI ചെയ്യാണ്, നിങ്ങൾ പുറത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു തൊഴിൽ കണ്ടെത്താൻ പറ്റില്ല. ഇത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം ഉള്ള ഒരു മാർഗം സ്പേസ് എക്സ്, ടെസ്ല, എക്സ് എന്നീ കമ്പനികളുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് പറഞ്ഞതുപോലെ നിങ്ങളെ റീപ്ലേസ് ചെയ്യുന്നത് AI ആവില്ല. AI കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഈ അമേരിക്കൻ കമ്പനികളുടെ പേരാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത്. ശരിക്കും ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗോവിന്ദമാഷ കുറ്റം പറയാനായിട്ട് ഇദ്ദേഹം വരുമ്പോൾ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ അമേരിക്കൻ ഒരു ആപ്പ്, AI ആപ്പ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ആ ഡീപ് സീക്കിനെ കുറിച്ച് വിദഗ്ധനായി ഇദ്ദേഹം അറിയുന്ന പോലുമില്ല. ഇപ്പോൾ അമേരിക്ക നമുക്കറിയുന്ന പോലെ ടിക്ടോക്ക് നിരോധിക്കാൻ പറ്റാത്ത പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇപ്പോൾ പറയേണ്ടത്. പക്ഷെ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം എത്തിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ നിന്ന് തട്ടിപ്പുകൾ കൊടുത്തു വിട്ടിട്ട് അതിവിടെ എത്താത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജി ഒന്നും നമുക്ക് വേണ്ട എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വാർത്താവിനിമയ സംവിധാനം, സൗകര്യങ്ങളൊക്കെ തന്നെ എവിടെ പോയി നിൽക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പണ്ട് കമ്പി ആയിരുന്നു, ഒരു കാലത്ത് നാരദനായിരുന്നു, പിന്നെ നമ്മുടെ നാട്ടിലെ പഴയ പാട്ടുകളായിരുന്നു. അതിനുശേഷം നമുക്കറിയാം പ്രിന്റ് മീഡിയ വരുന്നു, അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നു, ഇന്റർനെറ്റ് വരുന്നു. ഈ കാലത്തൊക്കെ നമ്മൾ ഇതിനെ തടയാൻ പോയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ ഇപ്പോൾ തടയുന്നത് BJP സർക്കാരുകളാണ്. കേരളത്തിൽ ഇതൊരു അവകാശമാണ്. എനിക്ക് തോന്നുന്നു AI കോൺക്ലേവ് നടന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാണ്ടല്ലോ. കാരണം പിന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ വികസനം വന്നപ്പോൾ നമ്മൾ പറയുന്നു, എന്താ പറയുക, ഇത് അപ്പം വിൽക്കാൻ മാത്രം പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ യാത്രകൾ ഏറ്റവും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ടുന്ന, തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരേണ്ടുന്ന ഒരു യാത്രയ്ക്ക് ഇപ്പോൾ ട്രെയിനിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. നാഷണൽ ഹൈവേ 2015 നിന്നുപോയ നാഷണൽ ഹൈവേ രണ്ടാമത് പുനർനിർമ്മാണം നടന്നത് നമുക്കറിയാം. അതുപോലെ എന്താ പറയുക, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പണി നടന്നതറിയാം. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കേരളയിൽ വരാൻ പാടില്ല, അത് ഞങ്ങളെ ബാധിക്കുമെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വരട്ട് തത്വവാദം എന്ന് തന്നെ പറയട്ടെ. അതിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെയോ ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് ആകെ മൊത്തം ടോട്ടൽ അത് പൊളിഞ്ഞുപോയി എന്ന് സാവകാശം പറയാനുള്ള ഒരു അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്കുള്ള മറുപടിയുമായിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.